ആയിഷ ബീവിന്റെ ഖബർ ബഖീലാണ്. സ്വഹാബിമാരൊക്കെ മറമാടിയെടുത്ത് തന്നെയാണ് ആയിഷ റളിയല്ലാഹു അൻഹയെയും മറമാടിയിട്ടുള്ളത്. ഇവിടെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു മറമാടാൻ പ്രത്യേക കാരണമുണ്ട്, വരുന്നുണ്ട്. നമ്മൾ എവിടെയാണ് നമ്മൾ മറവ് ചെയ്യേണ്ടത്? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ വീട്ടിലാണോ മറവ് ചെയ്യേണ്ടത്? നമ്മൾ ആരെങ്കിലും മരിച്ചാൽ നമ്മളെ പെരയിലാണ് മറവ് ചെയ്യേണ്ടത്? അല്ല, മുസ്ലിങ്ങളുടെ പൊതു ഖബർസ്ഥാനിലാണ് നമ്മളെ മറവ് ചെയ്യേണ്ടത്. പിന്നെ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിന്റെ വീട്ടിൽ മറവ് ചെയ്തു? 2 കാരണങ്ങളാണ്. ഒന്ന്, അഹ്സൻത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു കഴിഞ്ഞാൽ നബി മാത്രമല്ല മൊത്തം നബിമാർ സ്വഹാബിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. നബിനെ അവിടെ മറമാടണം. കുറച്ചാൾക്കാർ പറഞ്ഞു നമുക്ക് നബിനെ പള്ളിയിൽ മറമാടാം. കുറച്ചാൾക്കാർ പറഞ്ഞു നമുക്ക് ബഖീൽ, എല്ലാ സ്വഹാബിമാരെയും മറമാടത്തിന് മറമാടാം. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നിട്ട് പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മാ ഖബലല്ലാഹു നബിയ്യൻ ഇല്ലാ ഫിൽ മൗദിഇ ല്ലദീ യുഹിബ്ബു അൻ യുദ്ഫന ഫീഹി. ഒരു നബി മരിച്ചു കഴിഞ്ഞാൽ ആ നബിയെ എവിടെയാണോ മറമാടേണ്ടത് അവിടെ വെച്ചിട്ടാണ് ആ നബിയുടെ റൂഹിനെ അള്ളാഹു പിടിക്കാനാണ്. പിന്നെന്താ അവിടെ നടക്കുന്നത്? പിന്നെ അഭിപ്രായ വ്യത്യാസം ഇല്ല, പിന്നെ വേറെ തീരുമാനമില്ല. നേരെ നബിന്റെ ആ വിരിപ്പണ്ട് പൊന്തിച്ചു, അവിടെ ഖബർ കുഴിച്ചു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ മറമാടി. അതാണ് നബിന്റെ സ്വഹാബിമാരെന്ന് പറഞ്ഞാൽ. ഇതാണ് ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാരണം പള്ളിയാക്കപ്പെടുമോ എന്നുള്ള പേടിയാണ്. അവിടെ ആരാധനകൾ നടക്കുമോ എന്നുള്ള ഭയമാണ്. അതില്ല എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ആളുകൾക്ക് കാണുന്ന വിധത്തിൽ പുറത്ത് ആക്കുമായിരുന്നു എന്നൊക്കെ ആയിഷ ബീവി പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നബിന്റെ ഖബർ ഇങ്ങനെ മറച്ചു വെക്കാനുള്ള ഒരു കാരണം അവിടെ ആരാധനകൾ നടക്കരുത് എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ആ പേടി സ്വഹാബിമാർക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഖബർ ആയിഷ ബീവിന്റെ വീട്ടിലാക്കിയത് സ്വഹാബിമാരുടെ ഇജ്തിഹാദാണ്, അവരുടെ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ സാധാരണ ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാളെ മറവ് ചെയ്യേണ്ടത് പൊതു ഖബർസ്ഥാനിലാണ്, അതല്ലാതെ അയാളുടെ വീട്ടിലല്ല. അതെ 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 അതും വൈകാരികമായ വേറൊരു സംഭവമാണ്. ഉമർ റളിയല്ലാഹു അൻഹു കുത്ത് കിട്ടിയിട്ട് മരണം മുന്നിൽ കണ്ടു കിടക്കുന്ന സമയത്ത് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു അയക്കാണ് ആയിഷ ബീവിന്റെ അടുക്കലേക്ക്. ഉമർ നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയേണ്ടതെന്ന് പറഞ്ഞു. അന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. അമീറുൽ മുഅ്മിനീൻ സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയരുത്, ഉമർ സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. എന്നിട്ട് നബിന്റെ അരികിൽ എനിക്കും കൂടി ഒരു ഖബറിനുള്ള ഇടം അനുവദിച്ചു തരുമോ എന്നുകൂടി ചോദിക്കണം എന്നാണ്. ആയിഷ ബീവി പറയുന്നുണ്ട്, അത് ഞാൻ എനിക്ക് വേണ്ടി മാറ്റിവെച്ച സ്ഥലമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ ഉമറിന്റെ ഇഷ്ടത്തെ മുൻഗണന കൊടുക്കുന്നു, അതിനെ പരിഗണിക്കുന്നു, അതുകൊണ്ട് ഉമറിന് എന്ത് ചെയ്യാം, അവിടെ കിടക്കാന്നാണ്. അങ്ങനെ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അടുക്കൽ വന്നിട്ട് പറയാൻ, മകനെയാണ് അയച്ചത്. മകൻ വന്നിട്ട് വാപ്പാനോട് പറയാണ്, നമ്മുടെ ഉമ്മ അനുവാദം തന്നിട്ടുണ്ട്. അപ്പൊ ഉമർ പറയുന്ന വേറൊരു വർത്താനുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി പോകണം. ഇപ്പൊ ഞാൻ ആരാണ്? ഖലീഫയാണ്, അമീറുൽ മുഅ്മിനീനാണ്. ചിലപ്പോ ഞാനൊരു കാര്യം ചോദിച്ചാൽ അത് തള്ളിക്കളയാനൊരു മടി ഉണ്ടാകും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കൽ കൂടി നമ്മുടെ ഉമ്മാന്റെ അരികിൽ ചെല്ലണം, എന്നിട്ട് ഒന്നുകൂടി സമ്മതം ചോദിക്കണം. അപ്പൊ സമ്മതം കിട്ടിയാൽ നിങ്ങൾ എന്താ ചെയ്യുക, എന്നെ അവിടെ മറമാടുക. അതല്ല എങ്കിൽ നിങ്ങൾ എൻ്റെ മയ്യത്തുമായിട്ട് ബഖീയിലേക്ക് പോകണം എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. അല്ലെ, ജീവിച്ചിരിക്കുന്ന സമയത്തും മരിച്ചതിന് ശേഷവും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ കഴിയണമെന്ന അടങ്ങാത്ത ആഗ്രഹമായിരുന്നു അവരുടെയൊക്കെ ഉള്ളിൽ ഉണ്ടായിരുന്നത്.